കൂട്ടുകാരെ, നമുക്കിന്ന് സഹാറ മരുഭൂമിയിലൂടെ ഒരു യാത്ര പോയാലോ? യാത്രകൾ എപ്പോഴും പച്ചപ്പിലേക്കും മഞ്ഞിലേക്കുമാകണമെന്നില്ലല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഈ മണൽക്കടലിലേക്ക് ചുവടുവെക്കുമ്പോൾ ഉള്ളിലൊരു ചെറിയ ഭയവും അതിലേറെ കൗതുകവുമുണ്ട്. മൊറോക്കോയുടെ അതിർത്തി ഗ്രാമമായ മെർസൂഗയിൽ നിൽക്കുമ്പോൾ മുന്നിൽ കാണുന്ന എർഗ് ചെബിയിലെ കൂറ്റൻ മണൽക്കുന്നുകൾ അറ്റമില്ലാത്ത ഒരു കടൽ പോലെ തോന്നിപ്പിച്ചു. ഇവിടെ റോഡുകളില്ല, അടയാളങ്ങളില്ല, കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് മാറി മറിയുന്ന മണൽച്ചിത്രങ്ങൾ മാത്രം. നമ്മുടെ ഒട്ടകക്കൂട്ടങ്ങൾ തയ്യാറാണ്. ഒട്ടകപ്പുറത്ത് കയറിയിരിക്കുക എന്നതൊരു കലയാണ്. അത് മുട്ടുകുത്തിയിരിക്കുമ്പോൾ നമ്മൾ പിന്നിലേക്ക് ആഞ്ഞു പിടിക്കണം, അത് എഴുന്നേൽക്കുമ്പോൾ മുന്നിലേക്കും. ആദ്യത്തെ ആ ഉലച്ചിൽ കഴിയുമ്പോൾ നമ്മൾ ഉയരത്തിലായി. താഴെ മണൽത്തരികൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നു. ആകാശത്തിന് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു തെളിഞ്ഞ നീല നിറം. ഈ യാത്ര വെറുമൊരു കാഴ്ചയല്ല, സഹാറ എന്ന പ്രഹേളികയെ തൊട്ടറിയാനുള്ള ഒരു തപസ്യയുടെ തുടക്കമാണ്. മണിക്കൂറുകൾ നീണ്ട യാത്ര തുടങ്ങിയിരിക്കുന്നു. ഒട്ടകത്തിന്റെ ഓരോ ചുവടും മണലിൽ ആഴ്ന്നു പോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേക താളമുണ്ട്. ചുറ്റും കിലോമീറ്ററുകളോളം മനുഷ്യവാസമില്ല. കാറ്റിന്റെ മൂളൽ മാത്രം കാതുകളിൽ. ഇടയ്ക്ക് സിംഗിങ് സാൻഡ്സ് എന്ന് വിളിക്കുന്ന മണലിന്റെ സംഗീതം കേൾക്കാം. മണൽത്തരികൾ കാറ്റിൽ ഉരുളുന്ന ശബ്ദമാണത്. നമ്മുടെ ഗൈഡ് ഇബ്രാഹിം ഒരു തുവാരഗ് വംശജനാണ്. മുഖം പൂർണ്ണമായും നീല തുണികൊണ്ട് മറച്ച അയാൾക്ക് മരുഭൂമി തന്റെ കൈവെള്ളയിലെ വരകൾ പോലെ സുപരിചിതമാണ്. സഹാറയിൽ ദിക്കുകളില്ല, അനുഭവങ്ങൾ മാത്രമേയുള്ളൂ എന്നയാൾ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ കാലങ്ങളായി ഈ മണലാരണ്യം കാത്തുസൂക്ഷിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുപോയി. കാൽപാദങ്ങൾ മണലിൽ സ്പർശിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ ചൂട് ശരീരത്തിലൂടെ ഒരു വിറയലായി കടന്നുപോകുന്നു. യാത്രയുടെ രണ്ടാം ദിവസം നമ്മൾ കണ്ടുമുട്ടുന്നത് ഒരു തുവാരഗ് ഗോത്രവർഗത്തെയാണ്. സഹാറയിലെ നീല മനുഷ്യർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അവർ ധരിക്കുന്ന ഇൻഡിഗോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അവരുടെ ചർമ്മത്തിൽ നീല നിറം പടർത്തുന്നതിനാലാണ് ഈ പേര് വന്നത്. ആധുനിക ലോകത്തിന്റെ യാതൊരു ആഡംബരങ്ങളുമില്ലാതെ പ്രകൃതിയുടെ കഠിനമായ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവർ. അവരുടെ കൂടാരത്തിലിരുന്ന് കുടിക്കുന്ന ആ പ്രത്യേക ചായ അതൊരനുഭവം തന്നെയാണ്. 3 തവണയാണ് അവർ ചായ നൽകുക. ആദ്യത്തേത് കയ്പുള്ളത്, ജീവിതം പോലെ. രണ്ടാമത്തേത് മധുരമുള്ളത്, പ്രണയം പോലെ. മൂന്നാമത്തേത് ലഹരിയുള്ളത്, മരണം പോലെ. ആ ചായയുടെ ഓരോ തുള്ളിയിലും സഹാറയുടെ ചരിത്രമുണ്ട്. മണൽക്കാറ്റുകളെയും വേനലിനെയും അതിജീവിച്ച് അവരെങ്ങനെ ഇവിടെ വസിക്കുന്നു എന്നത് ഒരു അത്ഭുതം തന്നെ. കണ്ണെത്താ ദൂരത്തോളം മണൽ മാത്രം കണ്ടുമടുത്ത കണ്ണുകൾക്ക് മുന്നിലേക്ക് പെട്ടെന്നൊരു പച്ചപ്പ് തെളിയുന്നു. അത് വെറും തോന്നലല്ല, ഒരു യഥാർത്ഥ മരുപ്പച്ചയാണ്. ചുറ്റുപൊള്ളുന്ന മണലിന് നടുവിൽ ഭൂമിക്കടിയിൽ നിന്ന് ഉറവയെടുക്കുന്ന വെള്ളം. അവിടെ ഈന്തപ്പനകൾ ടണൽ വിരിച്ചു നിൽക്കുന്നു. മരുപ്പച്ചയിലെ വെള്ളത്തിന് അമൃതിന്റെ രുചിയാണ്. പൊടി പിടിച്ച മുഖം ആ തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോൾ കിട്ടുന്ന ആശ്വാസം വാക്കുകൾക്കപ്പുറമാണ്. നാടോടികളായ കച്ചവടക്കാർ തങ്ങളുടെ ഒട്ടകങ്ങളുമായി അവിടെ വിശ്രമിക്കുന്നു. ജീവിതം എത്ര കഠിനമായാലും പ്രകൃതി എവിടെയോ ഒരു കരുതൽ കരുതി വെച്ചിട്ടുണ്ടാകും എന്നതിന്റെ തെളിവാണ് ഓരോ മരുപ്പച്ചയും. ഇവിടെ നമ്മൾ കുറച്ചുനേരം വിശ്രമിക്കും, അടുത്ത കഠിനമായ ഘട്ടത്തിലേക്ക് ഊർജം സംഭരിക്കാൻ. ഉച്ചയാകുന്നതോടെ സഹാറ അതിന്റെ ക്രൂരമായ മുഖം പുറത്തെടുക്കുന്നു. സൂര്യൻ നേരെ തലയ്ക്കു മുകളിൽ. താപനില 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുക്കുന്നു. വായു പോലും തിളച്ചുമറിയുന്നതുപോലെ തോന്നും. ദൂരെ മണൽക്കുന്നുകൾക്കിടയിൽ വലിയൊരു തടാകം കിടക്കുന്നതുപോലെ തോന്നും. അതാണ് മിറാഷ് അഥവാ കാനൽ ജലം. ദാഹം കൊണ്ട് വലയുമ്പോൾ ദൂരെ കാണുന്ന ആ വെള്ളം സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. പക്ഷേ അടുക്കുംതോറും അതകന്നു പോകുന്നു. പ്രകൃതി നമ്മെ കബളിപ്പിക്കുകയാണ്. ഈ സമയത്ത് യാത്ര അതീവ ദുഷ്കരമാണ്. തലയിലൂടെ വെള്ളത്തുണി പുതച്ച് കണ്ണടകൾ വച്ച് നമ്മൾ ഒട്ടകപ്പുറത്ത് അമർന്നിരിക്കും. മണലിന്റെ ചൂട് കാറ്റായി വന്ന് നമ്മുടെ തൊലിപ്പുറത്തടിക്കുമ്പോൾ സഹാറ എത്രമാത്രം ഭീകരമാണെന്ന് നമ്മൾ തിരിച്ചറിയും. ഉച്ചകഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് ചക്രവാളത്തിന്റെ നിറം മാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ആകാശം പെട്ടെന്ന് ചാരനിറമായി, പിന്നെ രക്തവർണ്ണമായി മാറി. ദൂരെ നിന്നൊരു ഭീമൻ മതിൽ പാഞ്ഞു വരുന്നത് പോലെ തോന്നിച്ചു. അത് സിറോക്കോ ആണ്, സഹാറയിലെ ഭീകരനായ മണൽക്കാറ്റ്. ഇബ്രാഹിം പെട്ടെന്ന് ഒട്ടകങ്ങളെ വട്ടത്തിലിരുത്തി ഞങ്ങളോട് അവയുടെ ശരീരത്തോട് ചേർന്ന് കിടക്കാൻ ആവശ്യപ്പെട്ടു. കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയതോടെ പകൽ വെളിച്ചം അപ്രത്യക്ഷമായി. കണ്ണും മൂക്കും വായുവുമെല്ലാം മണലിൽ അമർന്നു. തുണികൾക്കുള്ളിലൂടെ മണൽത്തരികൾ ചർമ്മത്തിൽ സൂചി മുനകൾ പോലെ തറച്ചു കയറി. പ്രകൃതിയുടെ ആ താണ്ഡവത്തിന് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് ആ നിമിഷം മനസ്സിലാക്കി. മിനിറ്റുകൾ നീണ്ട ആ ഭീകരത ഒടുങ്ങിയപ്പോൾ ഞങ്ങൾ മണലിനടിയിൽ നിന്ന് എഴുന്നേറ്റു. ചുറ്റുമുള്ള ഭൂപ്രകൃതി പൂർണ്ണമായും മാറിപ്പോയിരിക്കുന്നു. മുൻപുണ്ടായിരുന്ന മണൽക്കുന്നുകൾ ഇല്ലാതായി പകരം പുതിയവ രൂപപ്പെട്ടിരിക്കുന്നു. സഹാറ ഓരോ നിമിഷവും സ്വയം പുനർനിർമ്മിക്കുകയാണ്.
4-ാം ദിവസം നമ്മൾ എത്തിയത് അൾജീരിയൻ അതിർത്തിയോട് ചേർന്നുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞൊരു പ്രദേശത്താണ്. ഇന്നും സഹാറ ഒരു തരിശുഭൂമിയാണെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ വരണം. വലിയൊരു ഗുഹയ്ക്കുള്ളിലെ പാറകളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചിത്രങ്ങൾ, വേട്ടയാടുന്ന മനുഷ്യർ, നൃത്തം ചെയ്യുന്നവർ, ആനകൾ, ജിറാഫുകൾ. അതെ, ഒരിക്കൽ സഹാറ പച്ചപ്പുള്ള കാടായിരുന്നു എന്നതിന് കാലം കാത്തുവെച്ച സാക്ഷ്യങ്ങൾ. ആഫ്രിക്കൻ ഹ്യൂമിഡ് പീരീഡ് എന്ന് വിളിക്കുന്ന ആ കാലഘട്ടത്തിൽ സഹാറയിൽ നദികൾ ഒഴുകിയിരുന്നു. മണലിന് താഴെ ഇന്നും ആ പുരാതന നദികളുടെ അവശിഷ്ടങ്ങളുണ്ടെന്ന് ഇബ്രാഹിം പറഞ്ഞു. ആ ചിത്രങ്ങളിൽ തൊടുമ്പോൾ ചരിത്രം നമ്മുടെ വിരൽത്തുമ്പിലൂടെ ഒഴുകുന്നതുപോലെ തോന്നും. മരുഭൂമി ഒരു ശ്മശാനമല്ല, മറിച്ച് വിസ്മൃതിയിലായ ഒരു വലിയ സംസ്കാരത്തിന്റെ മ്യൂസിയമാണ്. സൂര്യൻ ചക്രവാളത്തിലേക്ക് താഴാൻ തുടങ്ങുന്ന ആ സമയം സഹാറയിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണിത്. മണൽക്കുന്നുകളുടെ ഒരു വശത്ത് വെളിച്ചവും മറുഭാഗത്ത് കടുത്ത നിഴലും വീഴുമ്പോൾ അതൊരു വലിയ ചിത്രമായി മാറുന്നു. സ്വർണ്ണ നിറത്തിലുള്ള മണൽ പതുക്കെ കടും ചുവപ്പിലേക്ക് മാറുന്നു. നമ്മളൊരു വലിയ മണൽക്കുന്നിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. താഴെ നമ്മുടെ ഒട്ടകക്കൂട്ടങ്ങൾ കിലോമീറ്ററുകൾ നീളമുള്ള നിഴലുകൾ സൃഷ്ടിക്കുന്നു. കാറ്റ് നിലച്ചിരിക്കുന്നു. ലോകം നിശബ്ദമാണ്. സൂര്യൻ അസ്തമിക്കുമ്പോഴുണ്ടാകുന്ന ആ നിറക്കൂട്ടുകൾ ക്യാമറയിൽ പകർത്താനാവില്ല. അത് ആത്മാവിൽ അനുഭവിക്കേണ്ടതാണ്. പതുക്കെ ഇരുട്ട് പടരുമ്പോൾ ആകാശം മറ്റൊരത്ഭുതത്തിന് തയ്യാറെടുക്കുകയാണ്. സഹാറയിലെ രാത്രികൾക്ക് പ്രത്യേക ഗന്ധമാണ്. പകൽ വെളിച്ചത്തിൽ നമ്മെ പൊള്ളിച്ച മണൽ ഇപ്പോൾ തണുത്തു തുടങ്ങിയിരിക്കുന്നു. നഗരങ്ങളിലെ വെളിച്ചമലിനീകരണമില്ലാത്തതുകൊണ്ട് ആകാശം നക്ഷത്രങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ആകാശഗംഗ അഥവാ മിൽക്കി വേ ഒരു പാൽക്കടൽ പോലെ തലയ്ക്കു മുകളിൽ ഒഴുകുന്നത് കാണാം. നക്ഷത്രങ്ങളെ നോക്കി ദിശ നിർണയിക്കുന്ന ഇബ്രാഹിമിന്റെ വിദ്യകൾ അത്ഭുതകരമാണ്. ഓരോ നക്ഷത്രവും ഓരോ യാത്രികന്റെ വഴികാട്ടിയാണ്, അയാൾ പറഞ്ഞു. തീ കത്തിച്ച് അതിനു ചുറ്റുമിരിക്കുമ്പോൾ മുകളിലെ നക്ഷത്രക്കൂട്ടങ്ങൾ നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. വീണ നക്ഷത്രങ്ങൾ അഥവാ ഷൂട്ടിംഗ് സ്റ്റാർസ് മിന്നിമറയുന്നത് ഇവിടെ ഒരു നിത്യകാഴ്ചയാണ്. പ്രപഞ്ചത്തിന്റെ വലിപ്പത്തിനു മുന്നിൽ നമ്മുടെ അഹങ്കാരമെല്ലാം അലിഞ്ഞുപോകുന്ന നിമിഷങ്ങൾ. രാത്രിയിൽ ടെന്റിന് പുറത്ത് ചെറിയ അനക്കം കേട്ടാണ് ഞാൻ നോക്കിയത്. വലിയ കാതുകളുള്ള ഒരു കൊച്ചു ജീവി, ഫെനക്കുറുക്കൻ. സഹാറയുടെ ഈ കഠിനമായ കാലാവസ്ഥയിൽ ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ പരിണമിച്ചെടുത്തവരാണിവർ. ആ വലിയ കാതുകൾ ശരീരത്തിലെ ചൂട് പുറന്തള്ളാൻ സഹായിക്കുന്നു. മണലിനടിയിൽ ഒളിച്ചിരിക്കുന്ന തേളുകളും പാമ്പുകളും രാത്രിയിൽ സജീവമാകും. മണലിൽ കാണുന്ന ചെറിയ വരകൾ അവയുടെ സഞ്ചാരപാതകളാണ്. ജീവനില്ലെന്നു തോന്നിക്കുന്ന ഈ മണൽക്കാടിനുള്ളിൽ വലിയൊരു ജീവലോകം ഉണർന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. ഓരോ മണൽത്തെരിക്കും താഴെ അതിജീവനത്തിന്റെ വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ട്. നമ്മുടെ യാത്ര ഇപ്പോൾ മൗറിറ്റാനിയയിലെ ചിങ്കിറ്റി എന്ന നഗരത്തിലാണ്. 7ാമത്തെ പുണ്യനഗരമെന്ന് വിളിക്കപ്പെടുന്ന ഇവിടെ മണൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന പഴയ കെട്ടിടങ്ങൾ കാണാം. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ നിധി ലൈബ്രറികളാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കയ്യെഴുത്തുപ്രതികൾ, ഖുറാൻ പകർപ്പുകൾ, ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്നിവ മരുഭൂമിയിലെ നാടോടികൾ തലമുറകളായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. കടലാസുകൾ നശിക്കാതെ കാക്കുന്നത് സഹാറയിലെ ഈ ഉണങ്ങിയ വായുവാണെന്നത് വിരോധാഭാസമായി തോന്നി. അറിവിനെ ഇത്രയധികം സ്നേഹിച്ച ഒരു സമൂഹം ഈ മണലാരണ്യത്തിൽ ജീവിച്ചിരുന്നു എന്നത് നമ്മെ വിസ്മയിപ്പിക്കും. പതുക്കെ മണൽ മൂടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ നഗരം സഹാറയുടെ ഓർമ്മ പുസ്തകം പോലെയാണ്. യാത്രയുടെ 10ാം ദിവസം നമ്മൾ വലിയൊരു ഒട്ടകക്കൂട്ടത്തെ കണ്ടുമുട്ടി. 100 കണക്കിന് ഒട്ടകങ്ങൾ വരിവരിയായി നീങ്ങുന്നു. അവർ കൊണ്ടുവരുന്നത് സഹാറൻ ഉപ്പാണ്. പണ്ട് സ്വർണത്തോളം വിലയുണ്ടായിരുന്ന ഉപ്പ്. ടോംബക്ടു പോലുള്ള നഗരങ്ങളിലേക്ക് ഈ ഉപ്പ് കൊണ്ടുപോകുന്ന കാരവനുകൾ മാസങ്ങളോളം യാത്ര ചെയ്യും. ഒട്ടകങ്ങളുടെ കഴുത്തിലെ മണിയുടെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കാം. ഈ യാത്രയിൽ അവർക്ക് വഴികാട്ടിയായി ഗൂഗിൾ മാപ്പുകളില്ല. പകരം പരമ്പരാഗതമായ അറിവുകൾ മാത്രം. സഹാറയിലെ കച്ചവട സംസ്കാരം ഇന്നും സജീവമാണെന്ന് ഈ കാഴ്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിപ്പോൾ എത്തിയത് സഹാറയുടെ ഉൾഭാഗത്തുള്ള താനിക്രിഫ് എന്നറിയപ്പെടുന്ന പ്രദേശത്താണ്. ഇവിടെ മണൽക്കുന്നുകൾക്ക് 300 മീറ്ററിലധികം ഉയരമുണ്ട്. കാറ്റ് മണലിൽ തീർത്ത അലകൾ, റിപ്പിൾസ്, ഒരു വലിയ കടൽ തിരമാലകൾ പോലെ മരവിച്ചു നിൽക്കുന്നു. ഇവിടെ നടക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഓരോ ചുവടിലും കാലുകൾ മണലിൽ ആഴ്ന്നു പോകും. പക്ഷേ കുന്നിന്റെ മുകളിലെത്തി താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആ ദൃശ്യം എല്ലാ തളർച്ചയെയും മാറ്റും. താഴെ മണലിൽ കാറ്റ് തീർത്ത രൂപങ്ങൾ ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി ഇവിടെ ഒരു ചിത്രകാരനാണ്. യാത്ര അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഈജിപ്തിലെ വൈറ്റ് ഡെസേർട്ട് എഴുന്നു. ഇതുവരെ കണ്ട സഹാറയല്ല ഇത്. മണലിന് പകരം ഇവിടെ വെളുത്ത ചുണ്ണാമ്പുപാറകളാണ്. കൂണുകളുടെയും മറ്റു വിചിത്രമായ രൂപങ്ങളിലും ഈ പാറകൾ നിലകൊള്ളുന്നു. രാത്രിയിൽ ചന്ദ്രപ്രകാശത്തിൽ ഈ പ്രദേശം കാണാൻ മഞ്ഞു പുതച്ച ഭൂമി പോലെ തോന്നും. മരുഭൂമിയിലെ ഈ വൈവിധ്യം നമ്മെ അത്ഭുതപ്പെടുത്തും. പണ്ട് കടലിനടിയിലായിരുന്ന ഈ പ്രദേശം ഇന്ന് സഹാറയുടെ കിരീടത്തിലെ ഒരു മുത്താണ്.
യാത്ര അവസാനിക്കുകയാണ്. 15 ദിവസത്തെ ഈ അലച്ചിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ പൂർണ്ണമായും മാറ്റിമറിച്ചു. നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ മനുഷ്യരല്ല ഇപ്പോൾ. സഹാറ നമ്മെ പഠിപ്പിച്ചത് ക്ഷമയും അതിജീവനവുമാണ്. കുറഞ്ഞ സൗകര്യങ്ങളിൽ എങ്ങനെ സന്തോഷമായിരിക്കാമെന്ന് തുവാരേഗുകൾ കാണിച്ചു തന്നു. നമ്മുടെ ഷൂസിനുള്ളിലും വസ്ത്രത്തിനുള്ളിലും ഇപ്പോഴും സഹാറയിലെ മണൽത്തരികളുണ്ട്. അത് നമ്മോടൊപ്പം നമ്മുടെ നാട്ടിലേക്കും വരും. പക്ഷെ അതിനേക്കാളേറെ സഹാറയുടെ ആ വലിയ നിശബ്ദതയും നക്ഷത്രനിബിഡമായ ആകാശവും നമ്മുടെ ഉള്ളിൽ എന്നുമുണ്ടാകും. ഇനിയൊരിക്കൽ കൂടി ആ കാറ്റിന്റെ സംഗീതം കേൾക്കാൻ നമ്മൾ ഇവിടേക്ക് മടങ്ങിവരും. സഹാറയുടെ ഈ ദീർഘമായ യാത്രാവിവരണം ഇവിടെ അവസാനിക്കുന്നു. വാക്കുകളിലൂടെ നിങ്ങൾ ആ മണൽക്കുന്നുകൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോയ്ക്കൊരു ലൈക്ക് തരുവാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തിയാൽ അടുത്ത വീഡിയോ ചെയ്യുവാൻ അതൊരു പ്രചോദനമായിരിക്കും. നന്ദി.